അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല സുഖമല്ലേ? നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി തേങ്ങച്ചോറിൻ്റെ റെസിപ്പിയാണ്. നമ്മളെ നാടൻ തേങ്ങച്ചോറ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ തേങ്ങച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചിരുന്ന അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ ഉമ്മാൻ്റെ അടിപൊളി സ്പെഷ്യൽ തേങ്ങച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ പള്ളിയിലെ നേർച്ചൻ്റെ ചോറുണ്ടാക്കുന്ന കുറച്ച് വീഡിയോൻ്റെ കുഞ്ഞിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നമ്മളെ അടിപൊളി തേങ്ങച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. നമ്മൾ സാധാരണ ഗൾഫിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്നവർ കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറോ വാങ്ങിയിട്ട് അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അരിയിട്ട തേങ്ങച്ചോറാണ് ഈസിയാണ്. അല്ലെങ്കിൽ തേങ്ങ ചിരകിയത് തന്നെ വാങ്ങി അരച്ച് പാലെടുത്തിട്ടുണ്ടാക്കിയാലും നമ്മളെ ഈ നാടൻ തേങ്ങച്ചോറിൻ്റെ ടേസ്റ്റ് കിട്ടുകയേ ചെയ്യില്ല. അപ്പം നമ്മൾ ഈ നാടൻ തേങ്ങച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഒരു തേങ്ങ, വലിയ ഒരു തേങ്ങ ഉരിക്കുന്നുണ്ട്. പച്ച തേങ്ങയാണ് കേട്ടോ. പച്ച തേങ്ങയാണെങ്കിലും വിളഞ്ഞതായിരിക്കണം. മൂക്കാത്ത തേങ്ങ ആകുമ്പോൾ നമുക്ക് പാലെടുക്കാൻ കിട്ടില്ല. വലിയ ഒരു തേങ്ങയും ഒരു പകുതി തേങ്ങയും, ഒരു തേങ്ങൻ്റെ പകുതിയും കൂടെ 1.5 മുറി തേങ്ങ എടുക്കുന്നുണ്ട്. 1 കിലോൻ അരിയാണ് നമ്മൾ വെക്കുന്നത്. അരി നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി തന്നെ എടുക്കുക കേട്ടോ. തേങ്ങച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിലും കുറേ ആൾ കോഴിക്കോടുകാരെല്ലാം നമ്മളെ തേങ്ങച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചിരകി ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കൽ. അത് പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പാലോട് ഉണ്ടാക്കുന്ന ആ ചോറിൻ്റെ ടേസ്റ്റ് കിട്ടുകയേ ചെയ്യില്ല. നമ്മൾ തേങ്ങ 1.5 മുറി തേങ്ങ അരച്ച് ചിരകി നന്നായി അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പിയിലിട്ട് പാലെടുക്കുക. ഫുൾ പാൽ ഒന്നിച്ച് തന്നെ ആക്കുക. നമ്മൾ പായസത്തിനെല്ലാം ഉണ്ടാക്കുന്ന പോലെ. പിന്നെ കട്ടിപ്പാൽ വേറെ, രണ്ടാമത്തെ പാൽ വേറെ, അങ്ങനെ ഒന്നാക്കണ്ട കേട്ടോ. പാൽ വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി, ഈ പെരുംജീരകം പൊടി, പിന്നെ മല്ലി ഒന്ന് പൊടിച്ചിട്ട് തന്നെ ഇതാക്കണം. എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. മല്ലിപ്പൊടി നമുക്ക് കറിയിലിടുന്ന പൗഡറല്ല, മല്ലി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് തിളക്കാനാകുമ്പോൾ അരി കഴുകി ഇട്ട് കൊടുക്കുക. ആ പാൽ വറ്റി വരുമ്പോൾ, തേങ്ങാപ്പാലില്ലേ അത് വറ്റി വരുമ്പോൾ നമുക്ക് എന്താക്കാം, ഒന്ന് ചോറ് അടിമറിച്ചിട്ട് കൊടുത്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വെന്താൽ ഇറക്കി വെക്കാം. പിന്നെ ബീഫ് കറി ഉണ്ടാക്കുന്ന ഉമ്മൻ്റെ സ്പെഷ്യൽ ബീഫ് കറി. അതുപോലെ തന്നെ ബീഫ് കട്ട് ചെയ്ത് കഴുകിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് ചോറും കറിയാകുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ല ഈ പൊരി മിൽക്കില്ലേ, അതറിയാം. പൊരി മിൽക്ക് അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ പൂവമ്പഴ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. പിന്നെ പാലും പഞ്ചസാര ഒഴിച്ച് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക. നന്നായി അടിക്കേണ്ട കേട്ടോ. അടിച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, ഒരു കപ്പിലൊഴിച്ചിട്ട് പൊരിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാല് പഞ്ചസാര ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൊരിയിട്ടിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ പൊരി മിൽക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ പൊരി മിൽക്കെല്ലാം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ബീഫ് കറിയും തേങ്ങച്ചോറും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് കഴിക്കണം.
അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇന്ന് പള്ളിയിലെ ചോറാണ് കേട്ടോ. വീട്ടിൽ പണിയൊന്നുമില്ല, ഇനി ബ്രേക്ക്ഫാസ്റ്റോ ചോറോ ഉച്ചക്കോ ഒന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് തേങ്ങ വരച്ച പച്ചോല അതിന് കുറേ, അതിനെ കൊണ്ട് കുറേയൊന്നും ആക്കുന്നില്ല. ഒരു അതിൻ്റെ കൊള്ളിയെടുത്ത് വൃത്തിയാക്കിയിട്ട് ഒരു കുഞ്ഞ് മാച്ചിലുണ്ടാക്കിയെന്ന് ഞാൻ. അനിയത്തി വീട്ടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ മാച്ചിൽ കുഞ്ഞ് ഒരു മാച്ചിലുണ്ടാക്കി കേട്ടാ. പണിയൊന്നുമില്ലല്ലോ, പള്ളിയിലെ ചോറല്ലേ ഇന്ന്. അതുകൊണ്ട് കുഞ്ഞ് മാച്ചിലുണ്ടാക്കിയിട്ട് മുറ്റെല്ലാം അടിക്കുന്നു. അങ്ങനെ മുറ്റെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി കുളിച്ചിട്ട് ഇനിയിപ്പോൾ ചോറ് കൊണ്ടുവരും. പള്ളിയിൽ നിന്ന് ചോറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എൻ്റെ കുഞ്ഞിക്കാൻ്റെ ഷോപ്പിൻ്റെ അടുത്താണ്, പള്ളീൻ്റെ അടുത്താണ് കുഞ്ഞിക്കാൻ്റെ ഷോപ്പ്. അങ്ങനെ അവിടുന്ന് കുഞ്ഞിക്കാക്ക് സമയം കിട്ടുമ്പോൾ പോയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ്. ശുക്രൻ കുഞ്ഞിക്ക. അങ്ങനെ ഇന്ന് ഇതൊക്കെയാണ് വിശേഷം, ഇന്നത്തെ വിശേഷം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതിൽ നല്ല ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.